ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു ഐഡിയയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുറെ പേരായി എന്നോട് ചോദിക്കുന്നു കിച്ചണിലെ കുറച്ച് ടിപ്പുകൾ പറയാം. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എനിക്കറിയുള്ളൂ. പക്ഷെ എനിക്കറിയുന്ന 2-3 കാര്യങ്ങൾ പറയാം. പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം. ഞാനുണ്ടല്ലോ ഒരു വലിയൊരു ഉണ്ണിയപ്പ ചട്ടി വാങ്ങി. അപ്പൊ ഇതെങ്ങനെ മയക്കാം എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ യൂട്യൂബൊക്കെ നോക്കി, വീഡിയോ ഒക്കെ നോക്കി. അപ്പൊ അതിൽ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ചെയ്തു. ഇതിൽ ഉണ്ടല്ലോ നമ്മുടെ പൊടിപ്പില്ലേ, പൊടിപ്പ് ഇതിൽ വെതറ, എന്നിട്ട് കൈയോട് റബ്ബ് ചെയ്ത് കൊടുക്കുക. 2-3 ദിവസം വന്നിട്ട് നമ്മുടെ കഞ്ഞിവെള്ളല്ലേ, കഞ്ഞിവെള്ളത്തിൽ ഇതിനെ മുക്കി വെക്കുക. 3 ദിവസം കഞ്ഞിവെള്ളം മാറ്റിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മൾ ഇത് പരീക്ഷണം ചെയ്തപ്പോൾ സക്സസ് ആയി. അപ്പൊ ഇത് നല്ല ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാല്, ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഇത് നമ്മളുണ്ടല്ലോ കുക്കറിന്റെ മേലെ കൂടെ നമുക്ക് ഫുഡൊക്കെ പാകം ചെയ്യുമ്പോൾ ഇങ്ങനെ പത പോലെ വരില്ലേ. ഇപ്പൊ കഞ്ഞി വെക്കുകയാണെങ്കിൽ പത പോവും, അതുപോലെ ബീഫ് വെക്കുകയാണെങ്കിൽ ആ നെയ്യ് ഉരുകിയിട്ട് കുക്കറിന്റെ മേലെ. അപ്പൊ ഇത് വാഷിന്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് ആ പത വരുന്ന സംഭവം ഇല്ലാണ്ടാവും. ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് അലക്കി ഉണങ്ങി പിടിച്ച് വരുമ്പോൾ ഫുള്ള് കട്ട പിടിച്ചിട്ടായിരിക്കും വരിക. അപ്പൊ അതിനുള്ളൊരു ടിപ്പാണ്, നമ്മൾ വെജിറ്റബിൾ ഒക്കെ മേടിക്കുന്ന കവറില്ലേ, ആ കവറ് ഒരു 3-4 കവറ് വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വെക്കുക. അങ്ങനെ വാഷിംഗ് മെഷീൻ എല്ലാ അലക്കലൊക്കെ കഴിഞ്ഞ് ഉണങ്ങി പിടിച്ച് വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വിട്ട് കിട്ടും. ഞാൻ അതും കുറച്ച് വർഷമായിട്ട് ചെയ്യുന്ന ടിപ്പാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. താങ്ക്